നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന വൈറൽ അസുഖങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തിലെ വൗ ഫാക്ടർ മെഡിക്കൽ കോസ്മെറ്റിക് സെൻ്ററിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ബ്രിൻസി ജോയ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം മാം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, നമുക്കറിയാം തൊലിപ്പുറത്ത് ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ കൂടി ഒരു പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എടുക്കുകയോ, പക്ഷേ അതിൽ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ കെയർ എടുക്കുക. തൊലിപ്പുറത്ത് ഒരു ചെറിയ പാട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ പോയി കാണും, ഡെർമറ്റോളജിസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് കാണും. അത്രയേറെ നമ്മൾ കോസ്മെറ്റിക് സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ കേരളക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊലിപ്പുറത്ത് സാധാരണ കാണുന്ന വൈറൽ അസുഖങ്ങൾ ഏതൊക്കെയാണ്? മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഇൻഫെക്ഷനാണ് ഹെർപ്പിസിൻ്റെ ഇൻഫെക്ഷന്. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ഹെർപ്പിസ് സിംപ്ലെക്സിൻ്റെ യൂഷ്വലി ചുണ്ടിൻ്റെ ചുറ്റും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതിൽ ചെറിയ കുമ്പളം പോലെയൊക്കെ വരും. അത് ആദ്യം തുടങ്ങുന്ന ചെറിയൊരു പെയിൻ അല്ലെങ്കിൽ ചൊറിച്ചിലായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ചിലപ്പം ചെറിയ ഗ്രൂപ്പായിട്ട് കുമ്പളം പോലെ കാണുന്നത്. അത് ഒരു യൂഷ്വലി 1 വീക്കൊക്കെ അതുപോലെ കാണും. പക്ഷേ മിക്കതും എല്ലാവരും ഇഗ്നോർ ചെയ്യും. അത് കണ്ടാൽ അവർ വിചാരിക്കും എന്തോ കടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യും, ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. പക്ഷേ അത് യൂഷ്വലി റിക്കറൻസ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അത് കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും, ആ ഒരു സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് വേറെ നമ്മളിപ്പോൾ വരുന്ന വാട്ടുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. വേറെ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈറൽ മൂലം നമുക്ക് ത്വക്കിലുണ്ടാകും? പിന്നെ സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് അരുമ്പാറയാണ്. അത് മിക്ക എല്ലാവർക്കും അറിയാം, അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് യൂഷ്വലി നല്ല കട്ടിയായിട്ട് തഴമ്പ് പോലെയൊക്കെ യൂഷ്വലി മുറിവ് വന്നിട്ട് വരുന്നതാണ്. അപ്പോൾ മുറിവ് വരുന്ന ഭാഗങ്ങൾ കയ്യിലും പിന്നെ മുഖത്ത് വരെ വരാൻ ചാൻസ് ഉണ്ട്. അത് യൂഷ്വലി സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് ആണ് യൂഷ്വലി വരുന്നത്. എല്ലാ വൈറൽ ഇൻഫെക്ഷൻ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് ആണ്. അപ്പം അത് കൂടുതലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാ വൈറൽ ഇൻഫെക്ഷനിൽ ഒരു റിക്കറൻസ് ഉണ്ട്. നമ്മുടെ ഈ പ്രതിരോധ ശക്തി കുറയപ്പോഴാണ് അത് പിന്നെയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്കിന്നിൽ നമ്മൾ സസ്പീഷ്യനായിട്ടൊരു വൈറൽ അസുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വൈറൽ ഇൻഫെക്ഷന് നമുക്ക് നല്ലൊരു ചികിത്സ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ യഥാർത്ഥത്തിൽ? അല്ല, നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി ഈ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞ പോലെ ഹെർപ്പിസ് ഗ്രൂപ്പ് വൈറസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഡോർമെൻ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഈ നരമ്പിൽ ഡോർമെൻ്റ് ആയിട്ടിരിക്കും. അത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് സപ്രസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അതിൻ്റെ ഗ്രോത്ത്. അല്ലാതെ നമുക്ക് ഫുള്ളായിട്ട് അതിന് ഡിസ്ട്രോയ് ചെയ്യാനായിട്ടോ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഫോളോ അപ്പ് ഭയങ്കര ആവശ്യമാണ് അങ്ങനത്തെ വർക്ക്. ഈ കുട്ടികളിൽ കാണുന്ന വൈറൽ അസുഖങ്ങൾ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ കുട്ടികൾപ്പുറത്ത് തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾ കുട്ടികളിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഈ അരുമ്പാറ ഉണ്ട്. അത് കയ്യിലൊക്കെ ആയിട്ട് സ്കൂളിലെ പിള്ളേർക്കൊക്കെ ആരെങ്കിലും ഒരാൾക്ക് വന്നാൽ പിന്നെ അവർ ഹാൻഡ് ഷേക്കൊക്കെ കളിക്കപ്പോഴൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് യൂഷ്വലി പ്രതിരോധ ശക്തി കുറയപ്പം അത് നല്ലപോലെ സ്പ്രെഡായിട്ട് വരും. പിന്നെ കാണുന്നത് പാലുണ്ണിയാണ്, മൊളസ്കം കണ്ടീജിയോസം എന്ന് പറയും. അതും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. യൂഷ്വലി അരുമ്പാറയും പാലുണ്ണിയൊക്കെ യൂഷ്വലി തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് അതങ്ങ് പൊയിഞ്ഞു പൊക്കോളും. എന്നാലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ഒത്തിരി സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഈ വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് ഈ അരിമ്പാറയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ആ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ വരാനുള്ള സാധ്യതയുണ്ടോ? വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈറസിൻ്റെ ആക്ച്വലി നമുക്ക് ഒരു പിക്ചർ കിട്ടിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഇങ്ങനെ ഒരു ചെലന്തി പോലെ കുറേ ടെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പം ഒരു പ്രൊസീജിയർ ചെയ്ത് കരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കാണുന്ന ഭാഗം മാത്രമേ ബേൺ ചെയ്യത്തുള്ളൂ. ചുറ്റും നമുക്ക് ബേൺ ചെയ്യാൻ പറ്റൂല, കാരണം സ്കാറിങ് ടെൻഡൻസി ഉണ്ടാവും അങ്ങനെയൊക്കെ. അപ്പം അത് കാരണം ആ ചുറ്റും നമ്മൾ കരിക്കാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു പാർട്സ് ഒക്കെ റിമെയിൻ ചെയ്തിട്ട് പിന്നെയും റിക്കർ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഈ തൊലിപ്പുറത്ത് കാണുന്ന വൈറൽ അസുഖങ്ങൾ നമ്മുടെ ഏതൊക്കെ ഭാഗത്ത്, ശരീരത്തെ എവിടെയൊക്കെ വരാനുള്ളൂ? മുഖത്താണോ അല്ലെങ്കിൽ മുഖത്തും പുറത്ത് കാണുന്ന സ്ഥലങ്ങളിലാണോ ആൾക്കാർ ഏറ്റവും കൂടുതൽ? എവിടെ വേണമെങ്കിലും വരാം. ആക്ച്വലി കൂടുതലും ഈ മുറിവ് വന്നിട്ട് വരുന്ന ഭാഗങ്ങളാണ്. യൂഷ്വലി കയ്യിൽ, കാരണം നമ്മൾ കൂടുതൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് മുറിവ് വന്നാൽ നോട്ടീസ് ചെയ്യത്തില്ല. പിന്നെ കോൺടാക്റ്റ് വരുമ്പോഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഫേസിലും വരും. അത് ഒന്ന് വന്നാൽ പിന്നെ വേറെ എവിടെയെങ്കിലും മുറിവ് വന്നാൽ ആ ബ്ലഡ് ഇതായാൽ അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. എവിടെ ഫേസിലും വരും. യൂഷ്വലി കയ്യിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. പിന്നെ പ്രൈവറ്റ് ഏരിയാസിലും വരാൻ ചാൻസ് ഉണ്ട്. അത് കൂടുതലും സെക്ഷൽ കോൺടാക്ട് വഴിയാണ് വരുന്നത്.
തീർച്ചയായിട്ടും. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ അവരുടെ തൂവാല ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരുമിച്ചൊരു കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കുന്നതിലോ ഏതെങ്കിലും രീതിയിലുള്ള ശ്രദ്ധ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അങ്ങനെ ഒരു ബാരിയർ ഏതെങ്കിലും രീതിയിൽ സോപ്പ് വഴി പകരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ യൂഷ്വലി അത് അങ്ങനെ സോപ്പിലൊന്നും വൈറസ് നിൽക്കത്തില്ല, എന്നാൽ പോലും സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ റിക്കറൻസ് പിന്നെയും ഉണ്ടാവും, ചെയ്താലും പിന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കോട്ടറൈസ് ചെയ്തോ അല്ലാതെ ബാക്കി പ്രൊസീജിയർ ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർക്ക് ഈ അരിമ്പാറ ഇപ്പം മണിമണി പോലെ ഒരു വലിയ ഏരിയയിൽ കാണാറുണ്ട്. ചെറിയ അരിമ്പാറകൾ ഒരു വലിയ ഏരിയയിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരം വരുന്ന സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള അരിമ്പാറകൾ എന്താണ് നമ്മൾ ചെയ്യുക? യൂഷ്വലി ഫേസിലൊക്കെ വരുന്നതാണെങ്കിൽ അത് കുഞ്ഞുഞ്ഞായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പ്രൊസീജിയർ ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലാതെ നമ്മൾ യൂഷ്വലി ആസിഡ് പോലത്തെ മരുന്നൊക്കെ കൊടുക്കും, പക്ഷെ അതുകൊണ്ട് ചിലവർക്ക് സ്കാറിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലത് പ്രൊസീജിയർ നല്ല പോലെ കോട്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിനെ എടുത്ത് ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സ്കാറിങ് ഒന്നും ഇല്ലാതെ ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കയ്യിലൊരു അരിമ്പാറ വന്നു കഴിഞ്ഞാൽ ചില കുട്ടികളെങ്കിലും ഇത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പൊട്ടിക്കാമോ? അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്? അത് ചാൻസ് കൂടുതലാണ്. യൂഷ്വലി പിള്ളേർക്ക് ഈ നഖത്തിന് ചുറ്റും വരുന്ന വൈറസ് ഉണ്ട്, പെരിയങ്കിൾ വാട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അത് അവർ യൂഷ്വലി അത് കടിച്ച് കളയാൻ നോക്കും. അത് പക്ഷേ കൂടുതലും സ്പ്രെഡ് ആവത്തേ ഉള്ളൂ. പിന്നെ നഖമൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ ആ ഭാഗത്ത് വന്നാൽ. പിന്നെ ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവർക്ക് പിള്ളേർക്ക് ഇങ്ങനെ വേദനയായിട്ടൊക്കെ വരും നഖത്തിൻ്റെ ചുറ്റും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. യൂഷ്വലി കൗൺസിലിംഗ് നല്ലതാണ്. പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ അതിൽ ഒന്ന് തൊടാതെ നോക്കാനായിട്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈ കുട്ടികൾക്ക് വരുന്ന ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് HFMD എന്ന് പറയുന്നത്, അപ്പോൾ ഇത് വൈറൽ അല്ലെങ്കിൽ വൈറസുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? അതും ഒരു വൈറസ് കോസ് ചെയ്യുന്നതാണ്. കോക്സാക്കി A16 എന്ന് പറഞ്ഞൊരു വൈറസ് കോസ് ചെയ്യുന്നതാണ്. അത് യൂഷ്വലി ഇപ്പം ഈ ടൈമിൽ ഈ സീസണിൽ ഒത്തിരി കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അത് യൂഷ്വലി പിള്ളേർക്ക് പനിയായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നെ ചെറിയ കുമ്പളം പോലെ കൂടുതലും കയ്യിലും കാലിലും കാണും. പിന്നെ ചുണ്ടിലും അൾസർ പോലെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അത് പക്ഷേ ട്രീറ്റ്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. 1 വീക്ക് ആവുമ്പം തന്നെ അത് ഈ ചിക്കൻ പോക്സിന് വരുന്ന പോലെ ചെറിയ സ്കാബ് പോലെ വന്നിട്ട് അതങ്ങ് പൊയിഞ്ഞു പോവും. അപ്പോൾ പക്ഷെ എന്നാലും ചിലവർക്ക് സിവിയർ ആയിട്ട് വരുവാണെങ്കിൽ അഥവാ അൾസേഴ്സ് വായിൽ ത്രോട്ടിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് ക്രീംസ് ഒക്കെ ഉണ്ട്, അതിങ്ങനെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ഞാൻ ബോംബെ നിന്നാണ്. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ, പറയൂ. ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് ഇതുപോലെ ദേഹം മൊത്തം ചൊറിഞ്ഞു പൊട്ടുകയാണ്. അതുപോലെ തന്നെ തലയിലും തലമുടിയെല്ലാം പോവുകയാണ്. അതുകൊണ്ട് അതിന് ഒത്തിരി മരുന്ന് കഴിച്ചു, പക്ഷെ ഇതുവരെ കുറവില്ല. അതറിയാൻ വേണ്ടിയാ വിളിക്കുന്നത്. ആയുർവേദം കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഒരുപാട് മരുന്ന് കഴിച്ചു. അത് എങ്ങനെയായിട്ടാ വരുന്നത്? അത് കുമ്പളം പോലെ ആണോ വരുന്നത് അതോ പഴുത്ത് പൊട്ടുന്നതാണോ? ചൊറിച്ചിൽ ആദ്യം വരുന്നത്, ചൊറിഞ്ഞു കഴിയുമ്പോ പിന്നെ അവിടെ അങ്ങ് പൊട്ടുക. ദേഹം മൊത്തം പൊട്ടുന്നുണ്ട്. ദേഹം മൊത്തം ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഡയബറ്റിക് ആണോ, ഷുഗർ ഉള്ളതാണോ? ഒന്നുമില്ല, ഡയബറ്റീസ് ഒന്നും ഇല്ല അമ്മയ്ക്ക്. അത് നമുക്ക് കണ്ടാലേ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്താ കാരണം. എന്തെങ്കിലും അലർജി ആണോ അതോ ഇൻഫെക്ഷൻ? യൂഷ്വലി അത്രയും ചൊറിച്ചിൽ വരാറില്ല, എന്നാലും ചില ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് കണ്ടാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. നേരെ ഡോക്ടറെ കാണിച്ചപ്പോ പറയുന്ന ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉണ്ട് ആക്ച്വലി. അത് മരുന്നെടുത്തിട്ട് ഒരു കുറവും തോന്നുന്നില്ലേ? നേരത്തെ മരുന്ന് കഴിച്ചത് മാറി. ഇപ്പൊ വേറെ ഡോക്ടറെ കാണിച്ചേക്കുന്നത്. ഇപ്പൊ മരുന്ന് കൊടുക്കുന്നുണ്ട്. അയാൾ ആയുർവേദം കൊടുത്തേക്കുന്നത്. ദേഹത്ത് ഇങ്ങനെ പെരട്ടാനും അത് കഴിഞ്ഞ് പിന്നെ പച്ചമഞ്ഞളും വേപ്പല ഇങ്ങനെ ഇട്ട് കുളിക്കാനൊക്കെ പറയുന്നുണ്ട് ചൂടുവെള്ളത്തില്. യൂഷ്വലി ഇൻഫെക്ഷൻ ഒക്കെ യൂഷ്വലി നമ്മൾ ഒരു മരുന്ന് കൊടുത്താൽ സബ്സൈഡ് ചെയ്യും. അലർജി ആണെങ്കിൽ പോലെ ഉള്ളൂ, എന്തെങ്കിലും കാരണം കാണും. അത് കാരണം കണ്ടുപിടിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്താൽ ആ അസുഖം മാറി കിട്ടുന്നതാണ്. ഭയങ്കര വിഷമ അമ്മയ്ക്ക്, ഭയങ്കര ചൊറിച്ചിലാണെന്നാ പറയുന്നത്. നല്ല പ്രായമുണ്ടോ? 52 വയസ്സുണ്ട് അമ്മയ്ക്ക്. ഓക്കെ, നമ്മൾ ബ്ലഡ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കണ്ടാല് നമുക്ക് എന്തെങ്കിലും ഏറ്റവും അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഓപ്ഷൻസ്. മാഡം വിളിച്ചതിനെ നന്ദി. മാം, ഇത് കണക്ക് ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ മഴ വരുന്നു അല്ലെങ്കിൽ വളരെ തണുപ്പുള്ള കാലാവസ്ഥ. അപ്പോൾ ഈ സമയത്ത് ഈ വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ് കൂടും?
കൂടാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി ഇപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് പിട്രിയാസിസ് റോസിയ എന്ന് പറഞ്ഞിട്ട്. അത് യൂഷ്വലി ചെറിയൊരു സോ ത്രോട്ട് പോലെ തൊണ്ടവേദന ആയിട്ടൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഒരു വലിയൊരു റെഡ് പാച്ച് പോലെ കാണും. യൂഷ്വലി വയറ്റിലും അവിടെയൊക്കെയാണ് വരുന്നത്. അത് ചൊറിച്ചിലായിട്ട് കാണും. ചിലവർക്ക് ഒട്ടും ചൊറിച്ചിൽ കാണത്തില്ല, ചിലവർക്ക് നല്ല ചൊറിച്ചിൽ കാണും. ആ ഒരു പാച്ച് കാണുമ്പോൾ യൂഷ്വലി ആരും അതിന് കൺസൾട്ട് ചെയ്യാറില്ല. പക്ഷെ അത് കഴിഞ്ഞൊരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്ക് ദേഹം മൊത്തം ഫുൾ റാഷ് ആയിട്ട് വരും. അത് യൂഷ്വലി നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അത് യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റും. എന്നാൽ പോലും അതൊരു 3 to 6 months വരെ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. പക്ഷെ അത് കണ്ടേജിയസ് അല്ല, അത് സ്പ്രെഡ് ആവുന്ന ടൈപ്പ് അല്ല. അത് തന്നെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കുറയുന്നതാണ് ആക്ച്വലി. തീർച്ചയായിട്ടും മാം, ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് വാട്ട് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഈ കരിച്ച് കളയൽ അല്ലെങ്കിൽ കോട്ടറൈസ് ചെയ്യാന്നാണ് പറഞ്ഞത്. പലപ്പോഴും ഇത് പെയിൻഫുൾ പ്രൊസീജിയറും അല്ലെങ്കിൽ ഒരു സ്കാർ അവശേഷിച്ചിട്ട് പോവുകയൊക്കെ ആയിരിക്കും ചെയ്യുക. ഇതിനല്ലാതെ കോസ്മെറ്റോളജിയിൽ കുറച്ചുകൂടി പെയിൻ ഫ്രീ ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ കരിച്ച് കളയാതെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ യൂഷ്വലി കോട്ടറി അല്ലാതെ ചെയ്യുന്നത് ക്രയോതെറപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. അത് ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് ആ വൈറൽ ടിഷ്യൂ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പക്ഷേ മൾട്ടിപ്പിൾ സിറ്റിങ്സ് വേണം. യൂഷ്വലി എല്ലാ 2 ആഴ്ച ഇടവിട്ടാണ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്താൽ അത് പോകുന്നവരെ ചെയ്താൽ പിന്നെ നല്ല റിസൾട്ടാണ്, വലിയ പെയിൻ ഒന്നുമില്ല. പിന്നെ ചിലവർക്ക് ബ്ലിസ്റ്റർ പോലെ വന്നിട്ട് തന്നെ ഫുള്ളായിട്ട് പൊയിഞ്ഞു പോകും. അതല്ലാതെ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ലേസറാണ്. ലേസർ വഴിയും നമുക്കത് ഫുള്ളായിട്ട് ടിഷ്യൂ ഫുള്ളായിട്ട് ബേൺ ചെയ്ത് കളയാൻ പറ്റും. ചെയ്ത് പ്രൊസീജിയർ ചെയ്താലും റിക്കറൻസ് ഉണ്ട്. അപ്പം അത് കാരണം കറക്റ്റ് ഫോളോ അപ്പ് വേണം. ഒരു മാസം കഴിഞ്ഞാലോ ഒന്ന് നോക്കണം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മളെ തൊലിപ്പുറത്ത് വരുന്ന ഈ വൈറൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലെടുക്കണം? എപ്പോഴും സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ, കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർക്ക് പേടിയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഈ ചെറിയൊരു വാട്ടുണ്ടെങ്കിൽ നമ്മുടെ മകനും വരുമോ അല്ലെങ്കിൽ മകൾക്കും വരുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടി മറ്റാർക്കെങ്കിലും കൊടുക്കുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഈ തൊലിപ്പുറത്ത് വരുന്ന വൈറൽ അസുഖങ്ങൾ പകരാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക? ഇതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞത് പേഴ്സണൽ ഹൈജീൻ ആണ്. ഈ പിള്ളേർ ഡേ കെയറിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് വാഷിംഗ് ആണ്. പേഴ്സണൽ ഹൈജീൻ നോക്കണം. അപ്പോൾ ഹാൻഡ് കഴിയാലേ, അത് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ വേറെ ഇതാണെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം പിള്ളേർക്ക്. അത് സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഹാൻഡ് വാഷ് ചെയ്യണം. എന്തെങ്കിലും കാരണം അവിടെ പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ നല്ല ചാൻസ് ആണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രിക്കോഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസിന് നമുക്ക് മരുന്നുകളുണ്ടോ? യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഡോക്ടർമാർ ഈ പ്രത്യേകിച്ച് വാട്ടൊക്കെ കരിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ആസിഡ് പോലെയുള്ള മരുന്നുകൾ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇത് ഫലപ്രദമാകാറുണ്ടോ? ഉണ്ട്. നമ്മൾ യൂഷ്വലി കോമൺ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാലിസിലിക് ആസിഡിൻ്റെ സൊല്യൂഷൻസ് ആണ്. അതല്ലാതെ വേറെ ഇമിക്യുമോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രീംസ് ഉണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വൈറൽ ടിഷ്യൂ സ്ലോലി ലെയർ ബൈ ലെയർ ആയിട്ട് റിമൂവ് ചെയ്യും. എന്നാൽ പോലും ചിലപ്പം അത് ടിഷ്യൂ പോയി കഴിഞ്ഞാലും റിക്കറൻസ് വരും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒത്തിരി അൾസർ പോലെ ആവാതെ നോക്കണം. അപ്പം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് നോക്കും അത് ഫുൾ പോയിട്ടുണ്ടോ അതോ ഇനി പോകാനുണ്ടോ, അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഈ വൈറൽ അസുഖങ്ങൾ ചികിത്സിക്കാൻ പ്രയാസകരമാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് വീണ്ടും വരിക. ചിലപ്പോൾ അത് നമ്മൾ 2-3 പ്രാവശ്യം കോട്ടറൈസ് ചെയ്ത് പോലെ കഴിഞ്ഞാലും ചിലർക്ക് വരും, ചിലർക്ക് വരാതിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക? എപ്പോഴും ഈ വൈറൽ അസുഖങ്ങൾ, തൊലിപ്പുറത്ത് വരുന്ന വൈറൽ അസുഖങ്ങൾ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളതായി പറയാറുണ്ട്. അത് ഈ പ്രതിരോധ ശക്തി കുറയപ്പോഴാണ് ഈ വൈറൽ ഇൻഫെക്ഷനും പിന്നെയും റിക്കറൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും സ്ട്രെസ്, പിന്നെ എന്തെങ്കിലും മുറിവ് പോലെ വന്നാൽ അങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് മാക്സിമം പനി വന്നാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ അത് അറിഞ്ഞിരിക്കണം. അപ്പം അത് ആ ടൈം വരപ്പം കാണപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ആസിഡ് പോലത്തെ മരുന്നൊക്കെ ഇട്ടാൽ അത് പോകുന്നതാണ്. പിന്നെ വലുതായാൽ മാത്രമേ പ്രൊസീജിയർ ചെയ്യേണ്ടി വരത്തുള്ളൂ. ഇപ്പോൾ തൊലിപ്പുറത്ത് വരുന്ന ഈ പാടുകൾ അല്ലെങ്കിൽ ഈ വൈറൽ അസുഖങ്ങൾ നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പാടുകൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം പാടുകൾ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുക? പ്രത്യേകിച്ച് മുഖത്തൊക്കെ ഒരു വലിയ വാട്ട് നമ്മൾ കോട്ടറൈസ് ചെയ്ത് കളയോ മറ്റേതെങ്കിലും രീതിയിൽ ലേസർ ചെയ്ത് കളയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിനുണ്ടാകുന്ന പാടുകൾ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക? പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ ഈ പാടുകൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള സ്കിൻ ടെക്സ്ചറുള്ളതാണ്.
അത് സ്കാർ ടെൻഡൻസി ഉള്ളവർക്ക് നമ്മൾ സൂക്ഷിച്ച് ആക്ച്വലി പ്രൊസീജിയർ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് കിലോയിഡ് ടെൻഡൻസി ഉള്ളവർക്കൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതനുസരിച്ച് പ്രൊസീജിയർ ചെയ്യണം. പിന്നെ അഥവാ ചെറിയ ഒരു കറുപ്പായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പോവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി ക്രീം കൊണ്ട് നല്ലപോലെ ഫെയ്ഡ് ആക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പുറത്ത് കാണപ്പെടാത്ത ഈ തൊലിപ്പുറത്തുള്ള വൈറൽ അസുഖങ്ങൾ, അതായത് വാട്ട് പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളത് ചികിത്സിക്കണോ? അത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് അത് പൊട്ടിക്കാതെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തനിയെ അത് അവിടെ ഇരുന്ന് അവിടെ ഇരിക്കത്തില്ലയോ, അതോ നമ്മളത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്? ചിലവരിൽ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രതിരോധ ശക്തി കൂടപ്പം ചിലവരിൽ തന്നെ ഒരു വർഷം, ചിലപ്പോൾ ഒരു വർഷം എടുക്കും, 2 വർഷം തന്നെ അത് പൊയിഞ്ഞു പോവും. പക്ഷെ അത് എല്ലാവരിലും അങ്ങനെ ആവണമെന്നില്ല. അപ്പം നല്ല ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർ പിള്ളേരിലൊക്കെ ശരിക്കും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഈ നാട്ടിൽ ഈ പ്രത്യേകിച്ച് ചിക്കൻ പോക്സ് ഈ നമ്മുടെ തണുപ്പ് കാലാവസ്ഥയിൽ എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിന് വാക്സിനേഷൻസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അത് യൂഷ്വലി പിള്ളേരിൽ 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഒരു ഡോസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ഡോസ് കൊടുക്കും. അത് പക്ഷേ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 10 ഇയേഴ്സ് വരെ അത് നല്ല ഇമ്മ്യൂണിറ്റി കൊടുക്കും. പക്ഷെ അത് കഴിഞ്ഞാലും ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിള്ളേർക്ക്. നമ്മൾ ഒരിക്കലും ചിക്കൻ പോക്സിൻ്റെ ചെറിയ ലീഷൻസ് ശരീരത്ത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇറപ്ഷൻസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും? ആക്ച്വലി ചിക്കൻ പോക്സ് തുടങ്ങുന്നത് പനിയായിട്ടാണ്. അതൊരു 2 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴാണ് ചിലപ്പം റാഷ് ആയിട്ട് കാണുന്നത്. അത് ചെറിയ ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുമ്പളം പോലെ വയറ്റിലും നെഞ്ചത്തൊക്കെ വരും. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിതിൻ ഫസ്റ്റ് ഒരു 24 മണിക്കൂറുള്ളിൽ ഒരു 48 മണിക്കൂറുള്ളിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. എന്നാലേ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവത്തുള്ളൂ. പക്ഷേ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ആ ഒരു ഡ്യൂറേഷൻ ഇപ്പം 2 ആഴ്ച ആണെങ്കിൽ ഒരാഴ്ചയുള്ളിൽ അത് ചിക്കൻ പോക്സ് മാറ്റാൻ പറ്റാവുന്നതാണ്. പിന്നെ ആ ഒരു സിവിയറിറ്റി, ഒത്തിരി സ്കാറിങ് ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടാവാൻ നല്ലതാണ് മരുന്നെടുക്കുകയാണെങ്കിൽ. നമ്മുടെ കാലാവസ്ഥയിൽ ചിക്കൻ പോക്സ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് കൂടാനായിട്ട് യൂഷ്വലി ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം എല്ലാവർക്കും വരുന്നതാണ്. വൈറസ് യൂഷ്വലി ട്രാൻസ്മിഷൻ അറിയാമല്ലോ. അപ്പം പിന്നെ കോണ്ടാക്ട് തുമ്മിയാലോ ചുമച്ചാലോ ഒക്കെ സ്പ്രെഡ് ആവും, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ടൈപ്പ്. അത് നമുക്ക് പ്രിക്കോഷനായിട്ട് എടുക്കാൻ പറ്റില്ല. വാക്സിനേഷൻ ഇപ്പം പൊതുവെ എല്ലാവരും എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല അഡൾട്ട്സ് വരെ ഇപ്പം വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചിക്കൻ പോക്സ് ആയിട്ട് ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്നവർക്ക് ഭാവിയിൽ രണ്ടാമത് ചിക്കൻ പോക്സ് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ റിക്കറൻസ് ആയിട്ട് ചിക്കൻ പോക്സ് വരുന്നത് ഭയങ്കര റെയർ ആണ്. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ പോലും ആദ്യത്തെ ഒത്തിരി ചെറുപ്പത്തിൽ മൈൽഡായിട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം വരാം. പിന്നെ കൂടുതലും കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഹെർപ്പസ് സോസ്റ്റർ ആണ് കാണുന്നത്. അതൊരു പ്രായം കഴിയപ്പോഴാണ് യൂഷ്വലി ചിക്കൻ പോക്സ് വന്നവർക്കാണ് ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഹെർപ്പിസ് സോസ്റ്ററിനെ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ഇത് ആദ്യം വന്ന ചിക്കൻ പോക്സ് പോലെ തന്നെയാണോ വരുന്നത്, അതോ അതിലും കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണോ രണ്ടാമത് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ? ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ ഈ ചിക്കൻ പോക്സ് വന്ന ആ ഒരു നരമ്പിലാണെങ്കിൽ അത് കുറേ നാളെ നരമ്പിൽ നെർവിൽ അത് ഇരിക്കും, ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കും. അപ്പം അത് ഒരു പെയിൻ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ആയിട്ടായിരിക്കും ചെറിയ ചെറിയ കുമ്പളം പോലെയൊക്കെ വരും, നല്ല ചുമപ്പ് കാണും. പക്ഷെ ആദ്യത്തെ ദിവസം ചെറിയ പെയിനോ അങ്ങനെ ആയിട്ടേ കാണത്തുള്ളൂ. അപ്പം ഒരു 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നല്ല കുമ്പളം പോലൊക്കെ കാണുന്നത്. അതും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ പോക്സിന് കൊടുക്കുന്ന പോലെ തന്നെ സെയിം മെഡിക്കേഷൻ, ആൻറ്റിവൈറൽ മെഡിക്കേഷൻസ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. അത് വലിയവർ പ്രായമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ആൻറ്റിബയോട്ടിക് ക്രീമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത് യൂഷ്വലി സബ്സൈഡ് ആവും. ചില സ്കാർ പോലൊക്കെ കാണും, പക്ഷെ എന്നാലും നല്ലതായിട്ട് സബ്സൈഡ് ആവുന്നതാണ് ഇത്. ഓക്കെ മാഡത്തിന് തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തൊലിപ്പുറത്തുണ്ടാകുന്ന വൈറൽ അസുഖങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.